മുട്ട മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ ഇതിൻ്റെ എന്താ പരിപാടി. ഇതിനൊന്ന് നല്ലോണം ചൂടാക്കി മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ എന്തെല്ലാം സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് ഈ മസാല കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയാൽ ഇതിൽ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തെല്ലെങ്കിൽ അതൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല സ്വാദാണ്. ഈ മുട്ട മസാല ഉണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ വേറെ ഒരു കറി ആവശ്യമില്ല. ഇതിപ്പം ദാൽ റൈസാണ്, അത് കാരണം കുഴപ്പമില്ല. വളരെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. നമുക്ക് നോക്കാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്തൊക്കെയാണ് മുട്ട മസാല ഉണ്ടാക്കുന്നത്. ഇതാ ഇന്നത്തെ ഐറ്റത്തിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി അരിഞ്ഞിടുന്നു അതിൽ ഞാൻ. എന്നിട്ട് ഇനി കടായി അടുപ്പിൽ വെക്കാം കേട്ടോ. ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണം, സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട്, തക്കാളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വെളുത്തുള്ളി ഉണ്ട് അതിൽ. ഇനി നമുക്ക് കടായി അടുപ്പിൽ വെച്ചു. കടായി അടുപ്പിൽ വെച്ച് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഏത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലോ എണ്ണയോ വെളിച്ചെണ്ണ ഏത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ചു. ഇതാ അതിൽ വെളുത്തുള്ളി ഇട്ടു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതിടും. അതിട്ടു. ഇനി ഇളക്കി കൊടുക്കാം. ജിഞ്ചറും പച്ചമുളകും ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അതിലിടാം. ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഒരു നുള്ളു ഉപ്പിട്ടോളോ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമില്ല, ഉള്ളി ഇടുമ്പോൾ ഇടാം. നല്ലോണം ഇളക്കുക. ഒന്ന് വഴന്ന് കിട്ടണം, പച്ചമുളകിൻ്റെ പച്ചസ്വാദ് പോകണം. ഇനി നമുക്ക് സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇടാൻ പറ്റും കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ടു. ഉപ്പിടണം നിർബന്ധമില്ല, ഇട്ടു. നോക്കൂ, അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂക്കണു. ആ സമയത്ത് നമ്മൾ ഒരു ബേ ലീഫ്, ഒരു ഏലക്കായ, ഒരു കരിയാമ്പൂവ്, ഒരു പട്ടയുടെ കഷ്ണം ചെറുത്, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടോളൂ. അപ്പം മസാലയുടെ നല്ല മണം. ഉപ്പിട്ടിട്ട് ഇളക്കുക കേട്ടോ. ഉപ്പിട്ട് ഇളക്കുമ്പോൾ എന്തുണ്ടാവും, അത് നല്ല രസമായിട്ട് നല്ല മണത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി അല്ല, ചുവന്നുള്ളി ഇട്ടു. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. ഇതിലും വേണമെങ്കിൽ ഇത്തിരി ഉപ്പിടാം, അപ്പോൾ ഒന്ന് എളുപ്പം വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പിടുന്നത് നമ്മൾ ആലോചിക്കണം. മുട്ടയിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പിടാൻ പറ്റുള്ളൂ, മസാലയിൽ അത് സൂക്ഷിക്കണം കേട്ടോ. നല്ലോണം ഉപ്പിട്ടു. നല്ലോണം വഴറ്റുക കേട്ടോ. ഏതാണ്ട് ബ്രൗൺ കളറായി വന്നു. മറ്റേ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം, കുറച്ച് പൊടി ഉണ്ടാക്കാറുണ്ട്. അതിന് 2-3 മിളക്, പിന്നെ ഒരു നുള്ള് മല്ലി, ഒരു നുള്ള് ജീരകം, ഒരു നുള്ള് പെരിഞ്ജീരകം. ഈ 4 ഐറ്റംസ്. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക്, അതിന് കുരുമുളക് കൂടി ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇത് കുരുമുളക് ഇല്ല കേട്ടോ. അപ്പോൾ ചുവന്ന മുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, അത് 4 ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണ ഒന്നും ചേർക്കരുത്, ഡ്രൈ റോസ്റ്റ്. അതാണ് ഈ കറിയുടെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം. എന്താ വെച്ചാൽ നല്ല സ്മെല്ല് വരണമെങ്കിൽ ഈ പൊടി ഇടും. അത് കഴിഞ്ഞ് ഇതാ മുളക് പൊടി ഇടുക. ഇവിടെ ഉള്ളി സബോളയുടെ കൂടെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് ഇളക്കണം കേട്ടോ. അതൊന്ന് വഴന്ന് കിട്ടണം. എല്ലാ മസാലകളും ഇട്ടു. നല്ല പോലെ വഴങ്ങും. നല്ല പോലെ ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴേ ശരിയാവും. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇനി വഴന്ന് വരണം. മസാലയൊക്കെ ഇട്ടു. ഇനി തക്കാളി നല്ല പോലെ വഴന്ന് വരണം. അതുവരെ നമുക്ക് അടുപ്പ് കടത്താൻ പറ്റില്ല. കത്തട്ടെ. സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. തക്കാളിയുടെ പച്ചമണം വരുന്ന പോലെ. അല്ലെങ്കിൽ തക്കാളി വേണമെങ്കിൽ അരച്ച് ചേർക്കാം, ഞാൻ അരച്ച് ചേർത്തില്ല. അത് അവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തു. അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. മല്ലി, ജീരകം, പെരിഞ്ജീരകം ഒക്കെ കൂടിയിട്ട് പൊടിച്ചെടുക്കണം. മുളക്,
ഇപ്പുറത്തെ നമ്മൾ ഈ അടുപ്പിൽ തുള്ളിയ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കണം, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണം. സ്പെഷ്യൽ ബുൾസൈ എന്ന് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെല്ലാവരും നോക്കണം. ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. കുറച്ച് ചൂടായി സാറില്ല. അപ്പം എനിക്കിത് മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. മുട്ട ഞാൻ എടുത്ത് പുറത്താ വെച്ചോ പാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടായി. അതുകൊണ്ടാ ഞാൻ ഇതൊന്ന് കാലാവട്ടെ കേട്ടാ. ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അവ ചെയ്യണം, മാറ്റി മറിച്ചിടുക നല്ലത് കേട്ടോ. ഇതുകൊണ്ട് പറ്റണ മറിച്ചിടുന്നത്, അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നല്ലത് ഒരു ടീസ്പൂൺ എടുത്ത് മാറ്റി മറിച്ചിടുക. ഇതാ 2 മുട്ടയും തയ്യാറായി. ഇനി ഒരു മുട്ടയും കൂടി ഇട്ട് മസാല ഇവിടെ തയ്യാറായി. മസാല എടുത്തു. മസാലയിൽ ഈ മുട്ടകളൊക്കെ ഇടാം കേട്ടോ. ആ പൊടി പൊടിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കരി തരുന്നതിന് പൊടിക്കണം കേട്ടോ പൊടി. ഈ മുട്ടകൾ ഇടുക, അടുപ്പ് കെടുത്തിക്കോളോ. ഇനി മുട്ടകൾ ഇടാം, മുട്ട ഓംലേറ്റുകൾ ഇടാം. ഓംലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബുൾസൈ ഇടുക. നല്ല ഭംഗി കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരെണ്ണം ക്ഷീണിച്ചു പോയി, മുട്ട ചെറുതായിരുന്നു. എല്ലാ മസാലയും അതിൻ്റെ മുകളിൽ വാരിയില്ല. ടീസ്പൂൺ കൊണ്ട് വാരിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പൊടിച്ച പൊടിയില്ലേ, അത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. മല്ലിയുടെ അല്ലാതെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാൻ. ഞാൻ അങ്ങനെ തന്നെ സെർവ് ചെയ്തിരിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ കേട്ടോ. ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.